ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ സുഖമാണല്ലോ അല്ലേ? കർത്താവിന്റെ കരുണയാൽ ഡീക്കന്മാരുടെ ധ്യാനമൊക്കെ കഴിഞ്ഞ് യാത്രയൊക്കെ കഴിഞ്ഞു കർത്താവിന്റെ കൃപയാൽ എത്തിച്ചേർന്നു. നിങ്ങളുടെ ഡീക്കന്മാരെ കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ആരാധനക്കഞ്ഞ് പ്രാർത്ഥിപ്പിച്ചായിരുന്നു കേട്ടോ. സുഖമായിരിക്കുന്നു. പിന്നെയുള്ള യാത്രയുടെ അതൊക്കെ ഉള്ളൂ, വേറെ എല്ലാം കർത്താവിന്റെ കരുണയല്ല കേട്ടോ. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്ന് വ്യാഴാഴ്ചയാണ്. നിങ്ങളങ്ങ് പ്രാർത്ഥിച്ചാൽ ക്ഷീണമൊക്കെ ഇങ്ങോട്ട് പോയി നല്ലൊരു ഉണർവ് കിട്ടും. നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് നല്ല വിശ്വാസമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1-2 നിയമങ്ങളൊക്കെ വെക്കുന്നുണ്ട്. ആ നിയമങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കാവോ? നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ചില ആൾക്കാർക്ക് എന്താണെന്ന് വിഷയം മനസ്സിലായിട്ടുണ്ടാവില്ല. ഇത് വ്യാഴാഴ്ച ദിവസം എളിയദാസനോട് പ്രാർത്ഥിക്കേണ്ട ദിവസം, അത് ഓർമ്മിപ്പിച്ചതാട്ടോ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങൾ, ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് യോഹന്നാൻ 17:21 അടിസ്ഥാനപ്പെടുത്തിയാണ്. ഗോസ്പൽ ഓഫ് സെന്റ് ജോൺ ചാപ്റ്റർ 17:21. തലക്കെട്ട് കൊടുത്ത് ഇങ്ങനെയാണ്: പ്രാർത്ഥന വന്നാലേ ഐക്യം വരും, ഐക്യം വന്നാലേ അഭിഷേകം വരും. ഇതാണ് വിഷയത്തിന്റെ തലക്കെട്ട്. ഇതാണ് വിഷയന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. ഈശോയുടെ ഒരു പ്രാർത്ഥനയാണ്. പിതാവേ, ഈശോ പ്രാർത്ഥിക്കും, പിതാവേ അവരെല്ലാം ഒന്നായിരിക്കാൻ വേണ്ടി. എന്തായാലും പറയുക, പിതാവേ അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലുമായിരിക്കുന്ന പോലെ അവർ നമ്മിൽ. ശിഷ്യന്മാർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണല്ലോ. എന്തായാലും പറയാ, അങ്ങനെ അങ്ങ് എന്നെ അയച്ചു ലോകം മുഴുവൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പൊ നോക്കി ഈശോയുടെ മനോഹരമായ പ്രാർത്ഥനയാണല്ലോ. പിതാവേ ഇവരെല്ലാം ഈ ശിഷ്യന്മാരെല്ലാം ഒന്നായിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുക. അതിന്റെ രീതി പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ? ഈ പിതാവ് ഈശോയിൽ, ഈശോ പിതാവിൽ, അല്ലേ? പരിശുദ്ധ തൃത്വം, ആ കൂട്ടായ്മ. സന്തോഷത്തോടെ പറഞ്ഞു ഹല്ലേലൂയ. എന്നിട്ട് അങ്ങനെ ലോകം മുഴുവൻ അറിയട്ടെ പിതാവ് അങ്ങാണ് ഈശോയെ എന്നെ അയച്ചതെന്ന് അറിയട്ടെ. ഈ വചനം പറയുമ്പോൾ അപ്പസ്തോല പ്രവർത്തനം 1:14 ഞാനിങ്ങനെ ചേർത്ത് വയ്ക്കാറുണ്ട്. അപ്പസ്തോലൻ 1:14 ചേർത്ത് വയ്ക്കാൻ കാരണം ബെഞ്ച് മാർപ്പാപ്പ അതിനെക്കുറിച്ച് പറഞ്ഞൊരു വ്യാഖ്യാനം മറ്റൊരച്ഛൻ പറഞ്ഞ് ഞാൻ ഓർക്കാണ്. ഈ അവരെല്ലാവരും പരിശുദ്ധ അമ്മയോടുകൂടി ഏക മനസ്സോടുകൂടി പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നെന്ന് പറയാം. അപ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ആഗമനം ഉണ്ടാകണേ. അപ്പോൾ അന്ന് അതിന്റെ ആ വ്യാഖ്യാനം കേട്ടത് എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞാൽ അഭിഷേകം വരണമെന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ആദ്യം പ്രാർത്ഥന വരണം, പ്രാർത്ഥന വരും ഐക്യം വരും, ഐക്യം വന്നാൽ അഭിഷേകം വരും. അപ്പൊ സോടെ 1:14 അല്ലേ? ശരിക്കും പറഞ്ഞ ഏക മനസ്സോടെ അല്ലേ ഒരുമിച്ച് അങ്ങ് പ്രാർത്ഥിച്ചു, എല്ലാ ഐക്യത്തിൽ പ്രാർത്ഥിച്ചു, വലിയ അഭിഷേകം വ്യാപരിച്ചു. ഈ പതിനെ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് പോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇവിടെ അങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിലേക്ക് ചിന്തിച്ചു നോക്കിയേ, കുടുംബത്തിലൊരു അഭിഷേകം വേണം, ഒരു അനോയിന്റിങ് വേണം, ഒരു ഐക്യം, ഇതൊക്കെ വേണം. അതിന് വേണ്ടത് തന്നെ നമ്മൾ ഇതേപോലെ ഈശോ പോലും ചെയ്തതല്ലേ, പ്രാർത്ഥിക്കുവാണ്. എല്ലാം വേണ്ടി ഒന്നായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇപ്പോഴത്തെ യോഹന്നാൻ 17 വായിച്ച് അല്ലേ, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അല്ലേ? എല്ലാം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രാർത്ഥന വരുമ്പോൾ എന്ത് സംഭവിക്കും? ഐക്യം വരും. ഐക്യം വരുമ്പോൾ അഭിഷേകം വരും. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എനിക്കിങ്ങനെ ടോക്ക് എടുക്കുമ്പോൾ ജീവജാലങ്ങളൊക്കെ ഇങ്ങനെ പരിസരത്തുണ്ട്, അതുങ്ങൾക്ക് ഇരുന്ന് കരയുകയൊക്കെ ചെയ്യും. അപ്പോൾ അതെല്ലാം ഇതെല്ലാം നമ്മുടെ പ്രകൃതിയുടെ ഭാഗവും കൂടിയാണല്ലോ. കർത്താവിന്റെ വലിയ കൃപ കേട്ടോ. നമുക്ക് സന്തോഷത്തോടെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ സ്തുതിക്കാം. ഈശോയെ ആരാധന, 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 ആരാധന. കർത്താവായ യേശുവെ ഇപ്പൊ കുടുംബങ്ങളെ, വ്യക്തികളെ മുഴുവൻ ആശ്രമത്തിൽ എല്ലാ പൈശാചത്തിനും അന്ധകാരത്തിനും പ്രതിമകളെ ശല്യങ്ങൾ ഈശോയുടെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ ഉള്ളിൽ ഞാട്ടി പായിക്കുന്നു. കുടുംബങ്ങളെ ഭിന്നതകൾ യേശു നാമത്തിൽ ബന്ധി വിട്ടുമാറിപ്പോകട്ടെ. പ്രാർത്ഥന കൊണ്ട് ഐക്യം വന്ന് അങ്ങനെ പരിശുദ്ധാത്മ അഭിഷേകത്തിന്, സമാധാനത്തിന് കുടുംബങ്ങളെല്ലാം ജീവിക്കാൻ ഇടവരട്ടെ എന്ന് അനുഗ്രഹിക്കുകയാണ്. കർത്താവ് എന്നേരം ഇവരെല്ലാം പ്രത്യേക നിയമങ്ങളെ ആശീർവദിക്കും. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇവർ ഓരോരുത്തരും അനുഗ്രഹം പ്രാപിക്കുന്നത് കർത്താവെ ഈശോയുടെ നാമത്തിൽ മുദ്രയിടുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടാകും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.